അന്യായമായി. മാത്രവുമല്ല, അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് ഉണ്ടാകുന്ന ചില ദുർഗുണങ്ങളെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. സത്യത്തെ അസത്യവുമായി ഇവർ കൂട്ടിക്കുഴയ്ക്കും. കറാമത്തുള്ളതല്ലേ? അതെ. മുഅ്ജിസത്തുള്ളതല്ലേ? അതെ. ഇത് രണ്ടിനെയും കൂട്ടിക്കുഴച്ച് കച്ചവടവൽക്കരിക്കും എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയും. അതിനെ പഠിപ്പിക്കേണ്ടതിന് പകരം, അതിന്റെ യഥാർത്ഥ ഇസ്ലാമിക മാനം പഠിപ്പിക്കേണ്ടതിന് പകരം അതിനെ കച്ചവടച്ചരക്കാക്കി മാറ്റുക. പ്രവാചകന്മാരുടെ ബാധ എന്താ? നേരെ അതിനെതിരാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ഒന്ന് കറാമത്തിലൂടെയാണ്. കറാമത്തിന്റെ പേര് പറഞ്ഞാൽ അതിൽ അത്ഭുതകരമായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നാളെ ഇത് കേസറ്റായി ജനങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോ, വീടുകളിലും അതുപോലെ വാഹനങ്ങളിലും ഒക്കെ ഈ കേസറ്റ് കേൾക്കുമ്പോ നിങ്ങൾ ഓർക്കേണ്ട വളരെ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. അത്ഭുതമാണത്. മറിയം ബീവിക്ക് കറാമത്തുള്ളത് അദ്ദേഹം കാണുകയാണ്. മറിയം ബീവിയിലൂടെ അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുന്ന രംഗം സാധാരണ നമ്മുടെ നാടുകളിലെ കറാമത്ത് ജനങ്ങൾ എന്തേ ചെയ്യലുള്ളൂ? ജനങ്ങൾ ഏജന്റുമാര് പ്രചരിപ്പിക്കുന്നത് കേൾക്കലേ ഉള്ളൂ, അല്ലെ? ഏതെങ്കിലും ഒരു വലിയന്റെ കറാമത്ത് കണ്ണുകൊണ്ട് കണ്ടവരാരെങ്കിലും ഉണ്ടോ സദസ്സിൽ? ഇല്ല. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു വലിയന്റെ കറാമത്ത് നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കറാമത്ത് ഏജന്റുമാര് പ്രചരിപ്പിച്ച് കേട്ട അനുഭവമല്ലാതെ. എന്നാൽ സക്കരിയ നബി അലൈഹിസ്സലാം കറാമത്ത് നേരിട്ട് കാണുകയാണ്. ക്ഷാമകാലത്ത്, പട്ടിണി കിടക്കുന്ന കാലത്ത് ആകാശത്ത് നിന്നല്ലാഹും ഭക്ഷണം ഇറക്കി കൊടുക്കുന്നത് മെഹ്റാബിൽ സക്കരിയ നബി കാണുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു പള്ളിയിൽ, കേരളത്തിലൊരു സമസ്തയുടെ പള്ളിയിൽ ഒരു പെണ്ണ്, ഒരു ബീവി, ആ ബീവിക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കുന്ന ഒരു മുസ്ലിയാർ കാണുകയാണെങ്കിൽ ആ പള്ളിയിലത്തെ അവസ്ഥ എന്തായിരിക്കും? ആ പള്ളിയിൽ അന്ന് സുബഹി ഉണ്ടാവില്ല. നേരെ മറിച്ച് മൈക്കിലൂടെ മൂപ്പര് ഒരു അനൗൺസ്മെന്റ്, വന്നോളിയോയ് വലിയൊരു ബീവി വന്നിക്കണോ എന്നിട്ട് അതൊരു വ്യവസായമായി, അതൊരു വലിയ കച്ചവടമായി. പിന്നെ അത് ലോകം അവസാനിക്കുന്നവരെ അതങ്ങനെ നിലനിൽക്കും. എന്നാൽ സക്കരിയ നബി മറിയം ബീവിയുടെ കറാമത്ത് കണ്ടിട്ട് എന്താ ചെയ്ത്? അതാണ് ഇസ്ലാം. മറ്റേത് ജാഹിലിയത്താണ്, അതാണ് ചൂഷണം. ഏത്? ഈ കറാം പല തവണയായി കാണാൻ. അന്നാലക്കി ഹാദ, ഇത് എവിടുന്നാ കിട്ടിയത് മറിയമേ? കാലത്തുഹോ മിൻ ഇന്ദില്ല, ഇതെനിക്ക് അള്ള തന്നതാണ്, അള്ള ഇറക്കി തന്നതാണ്, അല്ലെ? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ കൊടുക്കും. ഈ സംഭവം കണ്ട സക്കരിയ നബി എന്താ ചെയ്ത്? മറിയം ബീവിയുടെ കറാമത്ത് കണ്ട സക്കരിയ നബി അലൈഹിസ്സലാം എന്താ ചെയ്ത്? അത് അടിസ്ഥാനപരമായ ചിന്തയൽ. ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കുക. സക്കരിയ നബി ഇത് കണ്ടപ്പോ ഈ മറിയം ബീവിക്ക് കറാമത്തുണ്ടെന്നും ആ കറാമത്തിൽ നിന്ന് അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ ചോദിക്കാമെന്നും എന്തുകൊണ്ട് സക്കരിയ നബി മനസ്സിലാക്കിയില്ല? അങ്ങനെ ഒരു മനസ്സിലാക്കൽ കേരളത്തിലുണ്ടല്ലോ, അങ്ങനെ ഒരു മനസ്സിലാക്കൽ ലോകത്തുണ്ടല്ലോ. ഏത്? ഔലിയാക്കൾക്ക് അള്ള കൊടുത്ത കറാമത്തിൽ നിന്ന് അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ ചോദിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ വാദമാണ് കേരളത്തിലെ പൗരോഹിത്യത്തെ പിടിച്ചു വെച്ചിരിക്കുന്നതും പൗരോഹിത്യം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും ഈ ഒരു വാദമാണ്. ഇത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ടെന്നും ആ മുഅ്ജിസത്തിൽ നിന്ന് അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ അവരൊരു ചോദിക്കാമെന്നുമാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു. അതുപോലെ തന്നെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്നും ആ കറാമത്തിൽ നിന്ന് അവരോട് ചോദിക്കാം ഇലാഹല്ല എന്ന വിശ്വാസത്തിൽ. എന്നാൽ സക്കരിയ നബി മറിയം ബീവിയുടെ കറാമത്ത് കണ്ടപ്പോ അള്ളാനെ വിട്ട് മറിയം ബീവിയോട് ചോദിച്ച ഒരു ചര്യ എന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞില്ല? മറിച്ച് സക്കരിയ നബി ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. ഹുനാലിക ദഅ സക്കരിയ, സക്കരിയ നബി അവിടെ വെച്ച് അള്ളാഹിനോട് ദുആയിരുന്നു, പടച്ചോനെ എനിക്കൊരു കുട്ടിയില്ല, എനിക്ക് കുട്ടിനെ തരണേ. ഇവിടെ നേർക്ക് നേരെ സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താ? കറാമത്തുള്ളതാണ്, കറാമത്ത് അള്ള നൽകുന്നതാണ്. ഇവിടെ സംഭവിക്കുന്നത്, സമസ്തക്ക് സംഭവിക്കുന്ന തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, കറാമത്തുള്ളവരെ പിടിക്കുകയും കറാമത്ത് നൽകിയ പടച്ചോനെ അവർ വിട്ടുകളയുകയും ചെയ്യുന്നു. പ്രവാചകന്മാരുടെ പ്രത്യേകത എന്താണ്? ആരാണോ കറാമത്ത് കൊടുത്തത് ആ അള്ളാഹുവിനോട് തേടുകയും ആർക്കാണോ കറാമത്ത് കിട്ടിയത് അതിന്റെ പേരിൽ അവരോട് തേടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ സമീപനം. നേരെ മറിച്ച് നിങ്ങൾ ഖുർആനിൽ നിന്ന് ഒരൊറ്റ തെളിവ് നിങ്ങൾ ഉദ്ധരിക്കുക. ഒരു കറാമത്ത് ഉണ്ടായിട്ട് ആ കറാമത്തുള്ളവരോട് തേടുകയും അവരുടെ മരണശേഷം അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ ഖബർ കെട്ടി ഉയർത്തുകയും അവിടെ അവരോട് അഭയം പ്രാപിക്കുകയും
ചെയ്ത ഒരു സമൂഹത്തിന്റെ പിക്ചർ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എവിടെ അവതരിപ്പിച്ചു? നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു പോയിന്റാണ്. വിശുദ്ധ ഖുർആനിൽ എവിടെ അങ്ങനെ ഒരു പരാമർശം? വിശുദ്ധ ഖുർആനിൽ എവിടെ? എന്റെ ഔലിയാക്കൾക്ക് ഞാൻ കറാമത്ത് കൊടുത്തിട്ടുണ്ടെന്നും ആ കറാമത്തിൽ നിന്ന് അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് തേടാമെന്നും അങ്ങനെ തേടിയാൽ അത് ശിർക്കല്ലെന്നും അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു ഹദീസെങ്കിലും ഉണ്ടോ? ദുർബലമായ ഒരു ഹദീസെങ്കിലും ആ വിഷയത്തിൽ? ഞാൻ എന്റെ ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുത്തിട്ടുണ്ട്, ആ കറാമത്തിൽ നിങ്ങൾക്ക് അവരോട് തേടാം എന്ന് പറഞ്ഞൊരു വകുപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ സാധാരണക്കാരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം എന്താ? ഔലിയാക്കൾക്ക് കറാമത്തില്ലേ, നമുക്ക് തേടിക്കൂടെ എന്ന് ചോദിക്കുന്ന ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. എത്ര പേരാണ് ശിർക്കിലായിക്കൊണ്ട് മരിച്ചുപോയത്? അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, നരകത്തിലല്ലേ അവര്? ശിർക്കിലായിക്കൊണ്ട് മരിച്ചുപോയ ആ കൗമ നാളെ നരകത്തിലല്ലേ? വയാ വയാ ഖൗമി മാലി യദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. ജനങ്ങളെ, ഞങ്ങൾ നിങ്ങളെ, റസൂൽ പറയാൻ, ജനങ്ങളെ ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നരകത്തിലേക്കുള്ള ക്ഷണം അത് വളരെ ഗൗരവമായി ഖുർആനിലെ 40-ാം അധ്യായം 41-ാമത്തെ വചനമാണ്. നരകത്തിലേക്കുള്ള ക്ഷണം ഇവിടെ നടക്കുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ നോക്കൂ, ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കറാമത്ത്. ആസിം റളിയല്ലാഹു കൊല്ലപ്പെട്ടു ബദർ യുദ്ധത്തിന് ശേഷം മക്കയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്. 10ഓളം സഹാബികളെ പിടിച്ചിട്ടതിൽ ഒരു സഹാബിയാണ് ആസിം റളിയല്ലാഹു. ഖുബൈബ് റളിയല്ലാഹു ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ആസിം റളിയല്ലാഹു കൊല്ലപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ബോഡി, ഭൗതിക ശരീരം അത് ഛിന്ന ഭിന്നമാക്കാൻ ശത്രുക്കൾക്ക് അരിശം തീരാഞ്ഞ് കൈകാലുകളൊക്കെ വെട്ടിമുറിക്കാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ അവർ ആസിം റളിയല്ലാഹുവിന്റെ ബോഡിയുടെ സമീപത്തേക്ക് വരുന്ന ഒരു രംഗം ഹദീസ് ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചുറ്റിലും തേനീച്ചകളെ കൊണ്ട് അല്ലാഹു ആ ഭൗതിക ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാഴ്ച ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മരണാനന്തര ബഹുമതിയായ കറാമത്ത്. ഒരു വലിയനെ, ഒരു സ്വഹാബിക്ക് മരണാനന്തര ബഹുമതിയായ കറാമത്ത്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നേരെ അടുക്കാൻ കഴിയാത്ത വിധം തേനീച്ചകളെ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്തു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞു, സ്വഹാബികൾ അറിഞ്ഞു. നബി പഠിപ്പിച്ചില്ല അവരെ. എന്ത്? ഇവിടുത്തെ പുരോഹിതന്മാർ പഠിപ്പിക്കുന്ന എന്താ? ഇങ്ങനെ ഒരു കറാമത്ത് ഉണ്ടെങ്കിൽ പുരോഹിതന്മാർ പറയുന്ന ആ കറാമത്തുള്ള മനുഷ്യനോട് നിങ്ങൾക്ക് ദ്വേരക്കാം, തേടാം, പ്രാർത്ഥിക്കാം, നിങ്ങൾ ആവശ്യങ്ങൾ പറയാം. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല, ഇതാ നിങ്ങളുടെ കൂട്ടത്തിലെ ഈ സ്വഹാബി ഒരു വലിയാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആ വലിയിലൂടെ പ്രത്യക്ഷപ്പെട്ട ഈ കറാമത്ത് അതിനെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ മരണശേഷം നിങ്ങൾക്ക് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. സഹാബികൾ ആരും ആ കറാമത്ത് മുൻനിർത്തി ഈ വലിയനോട് പ്രാർത്ഥിച്ചതും ഇല്ല. ഈ 2 പോയിന്റ് നമ്മൾ ഗൗരവമായി ഓർക്കേണ്ടതാണ്. ഇത് സമൂഹം പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. 2 സഹാബികളെ ഒരു പ്രകാശം പിന്തുടർന്നു. വഴിയേറെ ഇരുട്ടിൽ യാത്ര ചെയ്യുന്ന സഹാബികളെ അവർക്കൊരു പ്രകാശമായി ഒരു ലൈറ്റ് അവരുടെ പിന്നാലെ ചെന്നു. 2 വഴികളിൽ അവർ തിരിഞ്ഞപ്പോ ആ പ്രകാശം 2ആയി അവരുടെ കൂടെ ചെന്നു. വീട്ടിലെത്തുന്നത് വരെ ആ പ്രകാശം അവരെ പിന്തുടർന്നു. ഈ കാര്യം അവർ മദീനത്ത് വെച്ച് ചർച്ച ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ സംഭവവും നബിയും സ്വഹാബികളും അറിഞ്ഞു. അവരാരും പറഞ്ഞില്ല ഇവർ വലിയാണ്, ഇവർക്ക് കറാമത്തുണ്ട്, ആ കറാമത്ത് നിങ്ങൾക്ക് കച്ചവടവൽക്കരിക്കാം. മാത്രമല്ല ആസിം റളിയല്ലാഹു ജീവിച്ച് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മരണാനന്തര കറാമത്ത് സ്വഹാബികൾ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഖബർ കെട്ടി ഉയർത്തി അവിടെ ഉറൂസ് സംഘടിപ്പിച്ച് അദ്ദേഹത്തോട് തേടുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചിട്ടില്ല പ്രവാചകൻ. അങ്ങനെ കാണാൻ സാധിക്കില്ല. മാത്രവുമല്ല അത്ഭുതകരമാണ്, അമ്പിയാക്കളുടെ ഒരു വലിയ ശ്രേണി കഴിഞ്ഞ് അമ്പിയാക്കളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഖബർ കെട്ടി ഉയർത്തി അവിടെ പൂജ നടത്തുന്ന, അവിടെ വിളക്ക് കത്തിക്കുന്ന, അവിടെ പച്ച മൂടുന്ന, അവിടെ ആരാധന ചെയ്യുന്ന, അവിടെ പണം കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല. ഇത് ഗൗരവമായി അറിയേണ്ട വിഷയങ്ങളിൽ ഒന്നാണ്. ഖബർ വ്യവസായമാണ് ലോകത്തിലെ ഏറ്റവും വാണിജ്യവൽക്കരിക്കപ്പെടുന്ന, കച്ചവടവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയിലെ നമ്പർ 1 നിലനിൽക്കുന്നത് ലോകത്ത് ഖബറാണ്. ഖബറുകൾ നിങ്ങൾക്കറിയാം, ഇന്ന് സമസ്ത എന്ന് പറയുന്നത് ഒരു സയാമീസ് ഇരട്ടകളെ പോലെയാണ്. ദർഗയില്ലാതെ സമസ്തയില്ല, സമസ്തയില്ലാതെ ദർഗയില്ല. ഈ ഒരവസ്ഥാവിശേഷം അതൊരു വല്ലാത്ത അവസ്ഥാവിശേഷമാണ്. ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ ഇത് രണ്ടും
ഇത് രണ്ടുമില്ലാത്ത ഒരു ജീവിതം, ദർഗയെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ജീവിതം. അതുകൊണ്ടാണ് ശ്മശാനങ്ങളിലൂടെ, ഖബറുകളിലൂടെ, ഖബർതോട്ടങ്ങളിലൂടെ യാത്ര. നിങ്ങൾ ആലോചിച്ചേ, കായംകുളത്ത് 4 ഖബർ പൊന്തി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന 4 ഖബർ പൊന്തി. ഞാൻ പറഞ്ഞു, മലയാള പ്രയോഗത്തിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഖബർ പൊന്തിയതല്ല, പൊക്കിയതാ. പൊക്കി എന്നത് മാറി പൊന്തി എന്നായി പോയതാ. അല്ലാതെ എന്റെ പൊന്നു ചങ്ങായിമാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിലെ സിമെന്റും മണലും ഒക്കെ ഭൂമിക്കടിയിൽ പോയിട്ട് അതിങ്ങനെ പാകപ്പെട്ടിട്ട് അവിടുന്ന് സിമെന്റും മണലും വെള്ളമൊക്കെ കൂട്ടി ഭൂമിക്കടിയിൽ നിന്ന് കുഴച്ച് അവിടുന്ന് ഒരു ബിൽഡിംഗ് ആക്കിയ ബിൽഡിംഗ് ഇങ്ങനെ പൊന്തിപ്പോരുകയാണ്. ഇത് വല്ലാത്തൊരു പ്രക്രിയയാണല്ലോ. ഭൂമിക്കടിയിലാ വർക്ക്. എന്നിട്ട് ഖബർ പൊന്തുക. എങ്ങനെയാ ഖബർ പൊന്തുന്നത്? ഇഷ്ടികയും കല്ലും ഒക്കെ വെച്ച് കെട്ടിയ നല്ല സിമെന്റ് ഒക്കെ ഇട്ട് നല്ല ഉഷാറാക്കിയിട്ടുള്ള ഖബർ, അത് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊന്തുക. എന്നിട്ട് അത് വിശ്വസിക്കാൻ കുറച്ചാളുകൾ, ഈ മനുഷ്യന്മാരെ കുറിച്ച് അള്ള പറഞ്ഞത് എത്ര ശരിയാണ്, ഉലായിക്കൽ അൻആം, നാക്കാലികളെ പോലെയാണ്, ബൽഹും അതല്ല്, അല്ല അതിനേക്കാൾ മോശമാണ്. കാരണം മൃഗങ്ങൾ പ്രതിഷേധിക്കും ഓലെപ്പറ്റി അങ്ങനെ പറഞ്ഞ. അങ്ങനത്തെ ഒരു ഖൗമ് ഈ നാട്ടിലും സമൂഹത്തിലും ജീവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കാൻ, എന്ത് സംഗതി പറഞ്ഞാലും. ഉസ്താദിനെ അള്ളാന്റെ റസൂല് തൃപ്തിപ്പെട്ടു. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂൽ ഒരാളെ തൃപ്തിപ്പെട്ടു എന്ന് ലോകത്ത് അറിയണമെങ്കിൽ അത് വഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാറില്ല, വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ആ വഹി അനുസരിച്ചാണ് പ്രവാചക തിരുമേനി അത് പഠിപ്പിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും അത് കാണാൻ സാധിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ ഇന്നടത്തുന്നൊരാള് അദ്ദേഹത്തെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ പറയണമെങ്കിൽ അത് ഹദീസിലുണ്ടാവും. ഹദീസിൽ എവിടെ? ആ തെളിവുകൾ ചോദിക്കലില്ല. സെനദ് എവിടെയെന്ന് ചോദിച്ചാൽ നെസബ് പറയും, നെസബ് എവിടെയെന്ന് ചോദിച്ചാൽ സെനദ് പറയും. ഇങ്ങനെ എല്ലാത്തിനെയും കൂട്ടിക്കുഴച്ചൊരവസ്ഥാവിശേഷം ഇന്ന് കേരളത്തിലുണ്ട്. അതിന്റെ തിക്കും തിരക്കുമൊക്കെ ക്യാമറകളിലൂടെ കണ്ട് നിങ്ങൾക്കറിയാം, വലിയൊരു സംഭവമായി തീരുകയാണ്. 4-5 കൊല്ലം കഴിഞ്ഞാൽ അവിടെ തിക്കിലും തിരക്കിലും പെട്ട് മകരജ്യോതി പോലെ ആളുകൾ മരിക്കുന്ന വാർത്ത വരെ വരാനിരിക്കുന്ന ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നാം അറിയണം, വളരെ പ്രധാനമായി നാം അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈ കാര്യത്തിൽ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അതിന്റെ പേരിൽ ഒരു വലിയ പള്ളി വരുന്നു. ഷെഹ്റെ മുബാറക് മസ്ജിദ് എന്നാണ് അതിനെ പറയുന്നത്. മസ്ജിദ് എന്നതിനെ പറ്റി പറയാൻ പറ്റില്ല. ലോകത്ത് പള്ളിയെ കുറിച്ച് പഠിച്ച ഒരാൾക്കും അതിന് മസ്ജിദ് എന്ന് പറയാൻ കഴിയില്ല. ഷെഹ്റെ മുബാറക് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണ് നമ്മൾ അതിനെ വിളിച്ചിരിക്കുന്നത്. അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, ഒരു വ്യവസായ കെട്ടിട സമുച്ചയമാണത്. അത് ബാലുശ്ശേരിക്കടുത്തുള്ള കിനാലൂരിൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഹൃദയ സൂക്ഷിപ്പുകാരായ ആളുകൾ പറയുന്നത്. 400 ഏക്കറയിലധികമാണ് അവിടെ സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ടൗൺഷിപ്പിന്റെ ഭാഗമായി ഒരു വലിയ കച്ചവടമാണ്, വ്യവസായമാണ്. ഫ്രണ്ട് അവരുടെ പത്രത്തിന്റെ ഒരു ഫുൾ പേജ്, സിറാജ് പത്രത്തിന്റെ ഒരു ഫുൾ പേജ് ഈ വിഷയത്തിന് മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. വലിയ കെട്ടിടങ്ങൾ, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മാത്രമല്ലല്ലോ, ഇബാദത്തിന് ഉത്തമമായ ഒരു കേന്ദ്രം എന്നല്ല ഈ പള്ളിയെ പറ്റി പറയുന്നത്. അല്ല, തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്നാണ്. പള്ളി 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ പള്ളിക്ക് ഒരു പ്രത്യേകത ഒന്നും ഇതിന് എടുത്തിട്ടില്ല. സാധാരണ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ലോകത്ത് എത്ര പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്ത് മുസ്ലിമീങ്ങൾ. കേരളത്തിലെ തന്നെ വ്യത്യസ്ത സംഘടനകൾ അറബ് നാടുകളിലൊക്കെ വന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകളെ സമീപിക്കുകയും അതിന് ഫണ്ട് സ്വീകരിക്കുകയും കടന്നു പോവുകയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കേരളത്തിൽ നമ്മൾ ഫണ്ട് റൈസ് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ പറയൽ എന്താ, ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയില്ല, ഞങ്ങളുടെ നാട്ടിൽ അള്ളാഹനെ ആരാധിക്കാൻ, അവന് സുജൂദി ചെയ്യാൻ, റുക്കൂ ചെയ്യാൻ അവിടെ ഒരു മസ്ജിദ് ഇല്ല, അതിന് നിങ്ങൾ ഫണ്ട് തരണം എന്നാ. ഇപ്പൊ കേരളത്തിലെ പിരിവെങ്ങനെ? അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം സൂക്ഷിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കുന്നുണ്ട്, അതിന് പിരിവ് തരണം എന്നാ. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പിരിവ് നടന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പിരിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശ സൂക്ഷിപ്പിന് ഒരു മസ്ജിദ് നിർമ്മാണം എന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അഹമ്മദ് ഖസ്റജി സ്ഥിതി ചെയ്യുന്ന അബുദാബിയിൽ പോലും ഷെയ്ഖ് സായിദിന്റെ പള്ളിയുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം സൂക്ഷിക്കാൻ എന്ന രൂപത്തിൽ നബിയെ സ്നേഹിച്ച ഖസ്റജി കുടുംബം എന്തുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കിയില്ല അവിടെ? നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കിയില്ല? ബിസിനസിനെ പച്ചപിടിപ്പിക്കാൻ വളക്കൂറുള്ള മണ്ണ്, UAE-യേക്കാൾ മെച്ചപ്പെട്ട മണ്ണ് കേരളത്തിന്റെ മണ്ണാണെന്നറിയാവുന്ന ആളുകൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലെത്തിയ കോടികൾ കൊയ്യുന്ന ഒരു മഹാ ബിസിനസിന് കൃത്യമായി തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു മണ്ണ് ഇത് കേരളമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം അറിയണം. ഇനിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്വഹാബത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ സ്നേഹിച്ചു.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയെ സ്നേഹിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബിയെ സ്നേഹിച്ചു. അവരെല്ലാം അഗാധമായി സ്നേഹത്തിന്റെ പരിധികൾ നിന്നുകൊണ്ട് സ്നേഹിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലം 3 മാസം 10 ദിവസം ഇസ്ലാമിന്റെ ഖിലാഫത്തിലെടുത്തു. 10 റബീഉൽ അവ്വൽ വന്നു. നിങ്ങൾ ഓർക്കണം, 2 റബീഉൽ അവ്വൽ വന്നു. ഈ 2 റബീഉൽ അവ്വലിനും റസൂലുള്ളാഹിന്റെ തിരുകേശം പ്രദർശിപ്പിക്കപ്പെടുകയും അത് മുക്കിയ വെള്ളം സപ്ലൈ ചെയ്യുകയും ചെയ്ത ഒരു സ്നേഹപ്രകടന രീതി എന്തുകൊണ്ട് അവരാരും അവലംബിച്ചില്ല? വമൻ യുശാഖിഖ് റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഖ്ബിരീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. നോക്കണം നിങ്ങൾ, ഹിദായത്ത് വ്യക്തമായി, പ്രവാചക തിരുമേനിയുടെ നിലപാടുകളും സമീപനങ്ങളും വ്യക്തമായി, സഹാബത്തിന്റെ സമീപനം വ്യക്തമായി. എന്നിട്ട് അല്ലാഹു പറയാൻ, സ്വഹാബികളുടേതല്ലാത്ത ഒരു മാർഗം ആരവലംബിച്ചുവോ നുവല്ലിഹി മാ തവല്ല, അവരെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അങ്ങനെ അവരെ നരകത്തിലേക്ക് നയിക്കും. വസഅത് മസീറ, അതെത്ര മോശമായ താവളമാണ്. 4-ാം അധ്യായം 115-ാമത്തെ വചനം. സ്വഹാബത്താരും ഇങ്ങനെ ഒരു ചെറിയ 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഗാധമായി സ്നേഹിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. 10 റമദാൻ വന്നു. നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, 10 റമദാനിൽ അവസാന 10 അല്ലേ, 10 റമദാനിൽ അവസാന 10കൾ വന്നു. ലൈലത്തുൽ ഖദറിന്റെ രാത്രി പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവുകൾ വന്നു. 25 രാവ് വരെ വന്നു. എന്നിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സലാത്ത് വാർഷികം സംഘടിപ്പിച്ചില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഒരു സലാത്ത് വാർഷികം സംഘടിപ്പിച്ചില്ല. ഇബ്രാഹിമിയ സ്വലാത്ത്, റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുന്ന സലാത്ത്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ച സ്വലാത്ത്, അത് അവർക്കറിയാമായിരുന്നു. മദീന വിശാലമായിരുന്നു, മരുഭൂമി വിശാലമായിരുന്നു, സൗദി വിശാലമായിരുന്നു, ലക്ഷക്കണക്കിന് മനുഷ്യരെ ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള മരുഭൂമിയായിരുന്നു. റമദാനിൽ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഒരു സലാത്ത് നഗർ എന്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഘടിപ്പിച്ചില്ല? എന്തുകൊണ്ട് 12 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംഘടിപ്പിച്ചില്ല? എന്തുകൊണ്ട് അവരിൽപ്പെട്ട ആരും നബിയോടുള്ള സ്നേഹത്തിന്റെയോ സലാത്തിന്റെയോ ഭാഗമായി ഒരു സലാത്ത് നഗർ സംഘടിപ്പിച്ചില്ല? അത് വ്യവസായവൽക്കരിക്കേണ്ട ഒന്നായിരുന്നില്ല. മരിച്ച മയ്യത്ത് നമസ്കാര സമയത്ത് സലാത്ത് അവർ പഠിച്ചു. ബാങ്കിന് ശേഷം അവർ സലാത്ത് ചൊല്ലി. രാവിലെ 10 സലാത്ത് അവർ ചൊല്ലി, വൈകുന്നേരം 10 സലാത്ത് അവർ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലേണ്ട ഘട്ടങ്ങളിലൊക്കെ അവർ സലാത്ത് ചൊല്ലി. പക്ഷെ അവരാരും അത് കച്ചവടവൽക്കരിച്ചില്ല. ഒരു സലാത്തിന്റെ പേര് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മൈതാനത്ത് വിളിച്ചു വരുത്തി. അദ്ദേഹം നേതാവായി സലാത്ത് ചൊല്ലി, ആടിപ്പാടി കയ്യും മുട്ടി സലാത്തിൽ പങ്കെടുത്ത് കിട്ടിയ കീശയിലെ മുഴുവൻ ക്യാഷും അവിടെ നിക്ഷേപിച്ച് 62ഓളം വരുന്ന ക്യാഷ് കൗണ്ടർ വെച്ചിട്ട് അവിടെ പണം നിക്ഷേപിച്ച് പുരോഹിതന്മാർ പണം കൊണ്ടുപോകുന്ന യൗഖുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാ എന്ന സൂറത്ത് തൗബയിലെ 34-ൽ പറഞ്ഞ ഈ പ്രക്രിയ അവർക്കാർക്കും പരിചയമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ഒരാളായി ജീവിച്ചു, സ്വഹാബത്ത് അവരിൽ ഒരാളായി ജീവിച്ചു. അവരൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ വസ്തുത മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയണം, ഒരു വലിയ ദർഗയും ആ സ്ഥാനത്ത് പ്രതീക്ഷിക്കാം. ഈ ഷെയ്ഖിന്റെ ഒരു വലിയ ദർഗ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സ്വപ്ന കഥകളാണ് ഈ രംഗത്ത് തെളിവായി ഉദ്ധരിക്കുന്നത്, സ്വപ്നമാണ് വലിയ പ്രമാണമായി ഉദ്ധരിക്കുന്നത്. ഞാൻ സ്വപ്നം കണ്ടു, കുണ്ടൂർ ഉസ്താദ് സ്വപ്നം കണ്ടു, ഇന്നാളുകൾ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനത്ത് വന്നു. അവിടെ വന്ന് നബി എന്നെ മാടി വിളിച്ചു. കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു, ഞാൻ വരില്ല എന്ന് നിങ്ങളുമായി കരാർ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്രേ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് ഇവിടെയുണ്ട്, അതുകൊണ്ട് വന്നോളൂ. അങ്ങനെ അദ്ദേഹം പോയി നോക്കുമ്പോ ആ റസൂലുള്ളാഹിന്റെ കൂടെ ഷെയ്ഖ് അബൂബക്കർ ഇരിക്കുന്നു എന്നാണ്. ഷെയ്ഖ് അബൂബക്കറെ, കാന്തപുരം അബൂബക്കർ ഇരിക്കുന്നു. റസൂലുള്ള പറയാൻ കുണ്ടൂർ ഷെയ്ഖിനോട്, കുണ്ടൂർ ഷെയ്ഖേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് എന്റെ വിളി നിങ്ങൾ കേൾക്കേണ്ടയില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഖ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളോട് പച്ച മലയാളത്തിൽ അഹ്സനിമാരും സഖാബിമാരും പ്രസംഗിക്കുന്നതാണ്. ജനങ്ങളെ അവരുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം. വല്ലാത്തൊരു കഥയല്ലേ, വല്ലാത്തൊരു കഥയാണ്. എവിടെ നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ജനങ്ങൾ ക്യൂ നിൽക്കുന്നു. അവിടെയും ടിക്കറ്റ് മുറിക്കുന്ന ഈ ഷെയ്ഖ് അബൂബക്കർ, അല്ലാത്തൊരു കഥ തന്നെ. മൂപ്പര് എല്ലായിടത്തിലും മുറിച്ച് കായ് ഉണ്ടാക്കുന്ന പണിയാണ് മൂപ്പർക്ക്. എവിടെ നോക്കിയാലും മൂപ്പര് കായ് ഉണ്ടാക്കുന്ന വകുപ്പിലാണ്. എവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ നിങ്ങൾക്കറിയാലോ, അഹമ്മദ് ഖസ്റജി രചിച്ചിട്ടുള്ള പ്രവാചകന്റെ മുടി ചെയ്യുന്ന പ്രദേശങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 11-ാമത്തെ പേജിൽ മൊറോക്കോ, ലബനാൻ, സുഡാൻ, അതുപോലെ തന്നെ ഫലസ്തീൻ, അങ്ങനെ തുടങ്ങിയുള്ള
സ്ഥലങ്ങളിലൊക്കെ, ജോർഡാൻ, ഈ പ്രദേശങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമുണ്ട് എന്നാണ് അവർ പറയുന്നത്, അവിടെ പ്രദേശങ്ങളിലൊക്കെ. പക്ഷേ അതൊക്കെ എണ്ണിയ കൂട്ടത്തിൽ മദീനയും മക്കയും ഒക്കെ എണ്ണി. പക്ഷേ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇല്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അഹമ്മദ് ഖസ്റജി രചിച്ച പുസ്തകത്തിൽ പോലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇല്ല. എന്തുകൊണ്ടില്ല? ആ വിഷയത്തിൽ മുഹമ്മദ് ഖസ്റജി മരിക്കുന്നത് വരെ 2006 വരെ പിന്നെ അബുദാബിയിൽ ഇങ്ങനൊരു മുടിയെ കുറിച്ചുള്ള ചർച്ചയേ ഇല്ല. സാധാരണഗതിയിൽ സെനതുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന് പറഞ്ഞാൽ അതൊരു സുപ്രഭാതത്തിൽ കിട്ടുന്ന ഒരു, എന്റെ കൂടെങ്ങള് അബുദാബിയിൽ വന്നോളൂ എന്നാ പറയുന്നത്. ഏതൊരു കാര്യത്തിൽ അങ്ങനെയാണോ? ദീനിന്റെ സെനത് ചോദിച്ച ലോകത്തെല്ലായിടത്തിലും അതുണ്ടാവും, കിതാബുള്ള എല്ലായിടത്തിലും അതുണ്ടാവും. അല്ലെ? നമ്മൾ ചോദിക്കുക സുബൈക്ക് കുനൂത്ത് പാടുണ്ടോ? ഇല്ല. ഇന്ന ഹദീസിൽ കൂട്ടുപ്രാർത്ഥന പാടുണ്ടോ? ഇല്ല. അതിനൊക്കെ നമ്മൾ പറയാം, വാ എന്റെ കൂടെ സൗദിയിൽ വാ, എന്റെ കൂടെ അമേരിക്കയിൽ വാ എന്നല്ല ദീനിന്റെ കാര്യം പഠിക്കാൻ വിളിക്കല്. കിതാബ് തുറന്നു വെച്ചു കൊടുത്തുകൊണ്ട് ആ കിതാബിലില്ല, അല്ല എന്ന സെനദില്ല, സെനത് വായിക്കുന്നു എന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നെസബ് വായിച്ചവർ, അതായത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ പറയാൻ ഈ മുടിക്ക് സെനതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ പറയുന്നത്? ഞാൻ നല്ല ആളാണ്, എന്റെ വാപ്പ നല്ല ആളാണ്, എന്റെ വാപ്പാന്റെ വാപ്പ പക്രൂട്ടി നല്ല ആളാണ്, അതിന്റെ അപ്പുറത്തുള്ള ആള് നല്ല ആളാണ് എന്നാ പറയുന്നത്. അതാണ് മർക്കസിൽ വെച്ച് നടന്നത്. മർക്കസിൽ വെച്ച് റസൂലുള്ളാഹ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശിച്ചു കാന്തപുരത്തിന് കൊടുക്കാൻ എന്നാണ് പേരോടെ അവിടെ പറഞ്ഞത്. ഇതേ വ്യക്തി തന്നെ പറയാൻ ഇസ്ലാമിൽ സ്വപ്നം തെളിവല്ല, ഇസ്ലാമിൽ സ്വപ്നം തെളിവല്ല. അതായത് സ്വഹാബത്തിന്റെ സ്വപ്നം പോലും, അമ്പിയാക്കളുടെ സ്വപ്നമൊഴികെ സ്വഹാബത്തിന്റെ സ്വപ്നം പോലും ദീനിൽ തെളിവല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഷാഫി മദ്ഹബിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഷാഫി മദ്ഹബിന് അവതാരിക എഴുതിയത് ഈ കാന്തപുരമാണ്. അതിൽ അദ്ദേഹത്തിന്റെ വാക്കായത് അമ്പിയാക്കളുടെ സ്വപ്നമൊഴികെ ഇസ്ലാമിൽ സ്വഹാബത്തിന്റെ സ്വപ്നം പോലും തെളിവല്ല എന്ന് പറയുകയാണ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ രേഖാമൂലം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ യാഥാർത്ഥ്യം വിശദീകരിക്കുന്നുണ്ട്. ഏത് സ്വപ്നം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സവിസ്തരം ത്വരീഖത്തിനെ കുറിച്ച് എഴുതിയ, ത്വരീഖത്തുകാർക്ക് മറുപടി കൊടുത്തുകൊണ്ട് എഴുതിയ പുസ്തകത്തിൽ അടിവരയിട്ടുകൊണ്ട് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു കാര്യം, ഈ സദസ്സിൽ, ഈ ആത്മീയ കച്ചവട വിഷയം അവതരിപ്പിക്കുന്ന ഈ സദസ്സിൽ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇത് ത്വരീഖത്ത് ഒരു സമഗ്ര പഠനം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിലെ ത്വരീഖത്തുകാരെ കുറിച്ച് പരാതിയായി പറയുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചതായും നബി അദ്ദേഹത്തോട് നേരിട്ട് സംബോധന നടത്തി ചില കാര്യങ്ങൾ കൽപ്പിക്കുകയും മറ്റു ചിലത് വിരോധിക്കുകയും ചെയ്തതായും വാദിക്കാൻ വരെ ധൈര്യപ്പെടുന്ന ചിലരുണ്ട്. ഇത് ആരപ്പ ചെയ്യണത്? ഇത് ത്വരീഖത്തിന് മറുപടി കൊടുത്തപ്പോ എഴുതിയ വാക്കുകളാണ്. എന്നിട്ട് പറയാണെന്ത്? മറ്റു ചിലർ ഉണർച്ചയിൽ തന്നെ നബിയെ ദർശിച്ചതായും വാദിക്കുന്നു, ഇതുകൊണ്ട് നാശത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുകയാണ്. ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നു. ഇപ്രകാരം തന്നെയാണ് സ്വപ്നത്തിന്റെ കാര്യവും. സ്വപ്നത്തെ സംബന്ധിച്ച വിശദീകരണം ഷാഫി മദ്ഹബ് എന്ന എന്റെ ഗ്രന്ഥത്തിലെ ഇമാം ഷാഫിയും സ്വപ്നവും എന്ന അധ്യായം കാണുക. സ്വാലിഹീങ്ങൾക്കുള്ള സ്വപ്നം സത്യമാണെന്നും നുബുവത്തിന്റെ 46-ൽ ഒരംശമാണെന്നും സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊരു രേഖയായി അവലംബിക്കാൻ പറ്റുന്നതല്ല. ഇന്നത്തെ വ്യാജ ത്വരീഖത്തുകാരുടെ മുഴുവൻ അവലംബവും സ്വപ്നങ്ങളാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇമാമുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വപ്നം രേഖയല്ലെന്ന് സമർത്ഥിച്ചത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓഡിറ്റോറിയത്തിൽ പിരിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ലോകത്തിലെ ത്വരീഖത്തുകളെ വിമർശിച്ചപ്പോ അവരുടെ തെളിവ് മുഴുവനും സ്വപ്നങ്ങളാണ്, സ്വപ്ന കഥകളാണ്. അതുപോലെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ സ്വപ്നം ഇസ്ലാമിന് പ്രമാണമല്ല എന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് രേഖാമൂലം ത്വരീഖത്തുകാരെ എതിർക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്ന വാക്കുകളാണ്. ഇതേ മനുഷ്യൻ കാന്തപുരത്തെ ന്യായീകരിച്ചുകൊണ്ട് ആരൊക്കെയോ കണ്ട സ്വപ്നം ഇതിന് വലിയ തെളിവായി ഉദ്ധരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തീർന്നില്ല. താടി വടിക്കുന്ന, കാലിൽ തളയും കയ്യിൽ വളയും ധരിക്കുന്ന ശൈഖുമാരുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നോട് എങ്ങനെ ചെയ്യാൻ ഏതോ ശൈഖ് സ്വപ്നത്തിൽ നിർദ്ദേശിച്ചതായിട്ടാണ് മറുപടി ലഭിക്കുക. വേണമെങ്കിൽ നബിയെ തന്നെ സ്വപ്നത്തിൽ കണ്ടു എന്നും എന്നോട് എങ്ങനെ നിർദ്ദേശിച്ചു എന്നും വരെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടാൽ നബിയെ തന്നെയാണ് കണ്ടത് എന്നും പിശാച് നബിയുടെ രൂപം പ്രാപിക്കില്ലെന്നതുമാണ് കാരണമെന്നും സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നത് ഇതിന് രേഖയായി ത്വരീഖത്തുകാർ പറയും.
എന്നിട്ട് അദ്ദേഹം പറയാൻ, ഒരിക്കലും ഇത് രേഖയല്ല. നബിയെ സ്വപ്നത്തിൽ കാണുന്നതിന് മാത്രമേയാണ് ഹദീസിൽ ഗ്യാരണ്ടി പറഞ്ഞത്, പ്രസ്തുത സ്വപ്നത്തിൽ കേൾക്കുന്നതിനല്ല. എന്നിൽ നിന്നൊരാൾ കേട്ടാൽ എന്നിൽ നിന്ന് തന്നെയാണ് കേട്ടതെന്ന് നബി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചാൽ കണ്ടത് നബിയെ തന്നെയാണെങ്കിലും അവിടുന്ന് വല്ലതും നിർദ്ദേശിച്ചതായി സ്വപ്നത്തിൽ അനുഭവമുണ്ടായാൽ അവിടുന്ന് തന്നെയാണ് ആ നിർദ്ദേശം എന്ന് ഉറപ്പിച്ചുകൂടാ. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇത് ത്വരീഖത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇതേ കാര്യമാണ് ലക്ഷക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തിയ മർക്കസിലെ മഹാസമ്മേളനം എന്ന് പറയുന്ന ഈ മുടി വ്യവസായ സമ്മേളനത്തിൽ സ്വപ്നത്തിൽ ദർശിച്ച് നബി നിർദ്ദേശിച്ചു എന്നാൽ ആ നിർദ്ദേശം ഇസ്ലാമികമല്ലെന്നും അത് വ്യാജമാണെന്നും ഹദീസിൽ അതിന് രേഖയില്ലെന്നും ഇവര് രേഖപ്പെടുത്തി. എന്നിട്ടും ഇതേ പണ്ഡിതൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ പൗരോഹിത്യത്തെ തിരുത്തുന്നില്ല. കാരണം കോടിക്കണക്കിന് ആസ്തിയാണ് വന്നു ചേരാനുള്ളത്. അതാണ്, കോടിക്കണക്കിന് സമ്പാദ്യമാണ് ഇതിലൂടെ വന്നു ചേരാനുള്ളത്. ഈ വസ്തുത അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യത്തോട് പ്രതികരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താരും ഇതിങ്ങനെ സൂക്ഷിച്ച് മുടിയിട്ട് വെള്ളം കൊടുത്ത് അതിൽ നിന്ന് ആളുകൾ ക്യൂ നിന്ന് വർഷാവർഷങ്ങൾ അത് തേടിപ്പോകുന്ന ഒരവസ്ഥാവിശേഷം അവർക്കില്ല. മറിച്ച് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കാലം ഒരു പരിമിതമായ കാലഘട്ടത്തിൽ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ വരെ കിട്ടിയ മുടി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് തെളിയിക്കുന്നതിന് കൃത്യമായ രേഖയില്ല എന്ന് തന്നെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. കാരണം സഹാബത്തിനോടുകൂടെ റസൂലുള്ളാഹിന്റെ മുടി അവരുടെ ശരീരത്തിന്റെ ഭാഗമായി, കഫൻ ചെയ്യുന്നതിന്റെ ഭാഗമായി അത് രേഖപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അഹമ്മദ് ഖസ്റജി രചിച്ചിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഉണ്ട് എന്ന് അവർ വാദിക്കുന്ന സ്ഥലത്തെ മുടി വരെ ഇത്ര നീളമുള്ള മുടിയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് ഇത്ര വലിപ്പമുള്ള 2 മുടി കിട്ടി എന്നാണ് മഞ്ചേരിയിൽ വെച്ച് ഈ വിദ്വാൻ പറഞ്ഞത്. അതേ മനുഷ്യർ ഇപ്പൊ പറയുന്നത് എന്തറിയോ, 1 മീറ്ററോളം നീളമുള്ള മുടി ഉണ്ട് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോ, 1 മീറ്ററോളം മുടിയുള്ള ഒരാൾ ബേക്കോട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് നടക്കുമ്പോൾ അയാളെ ബേക്കൊന്ന് നോക്കിയാൽ ഇത് നബിയോ നബിച്ചിയോ? ഇതെന്താ അത്? ഇത് നബിയാണോ നബിച്ചിയാണോ? അള്ളാഹുവിന്റെ റസൂല് ഇത്രയേറെ നീട്ടുള്ള മുടിയുള്ള ഒരാളായിരുന്നു. ഇതേ കാര്യം പേരോട് ത്വരീഖത്തുകാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കാതിന്റെ പാതി വരെ ഉണ്ടായിരുന്നുള്ളൂ. ഹദീസുകൾ ഉദ്ധരിച്ച് മറുപടി പറയണം മൂപ്പര്. ജനങ്ങളോട് കൃത്യമായി അവരെതിർക്കുന്ന പ്രസ്ഥാനത്തെ എതിർക്കുമ്പോ കൃത്യമായ ഹദീസ് ഉദ്ധരിച്ച് പറയാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി ഈ ചെവിയുടെ പാതി വരെ ഉണ്ടായിരുന്നുള്ളൂ. തുർമുദി റിപ്പോർട്ട് ചെയ്ത പ്രവാചകന്റെ ജീവിതം വിശദീകരിക്കുന്ന പുസ്തകത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എത്ര നിരച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എത്ര ഉണ്ടായിരുന്നു. റസൂൽ ഒരാളോട് പറയുന്നുണ്ട്, നീളമുള്ള ഈ മുടിയും നരിയാണിയുടെ താഴെ ഇറങ്ങി നിൽക്കുന്ന ഈ ഡ്രസ്സുമില്ലായിരുന്നെങ്കിൽ അങ്ങ് എത്ര നല്ല മനുഷ്യനായനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. മാത്രമല്ല കേരളക്കരയിൽ പ്രായം ചെന്ന ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാവും. കേരളക്കരയിൽ മുടി നീട്ടി വളർത്തൽ കാഫിറിന്റെ ലക്ഷണമായി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുടി നീട്ടൽ കാഫിറിന്റെ ലക്ഷണമായി വിലയിരുത്തിയ ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ചു നോക്കണം. തലമുണ്ടനം ചെയ്യലായിരുന്നു കേരളീയ മുസ്ലിമിന്റെ അടയാളം. കാരണം അതിന് കാരണം പറഞ്ഞിരുന്നത് ജൂത പാരമ്പര്യമാണ് മുടി നീട്ടൽ, മുസ്ലിമിന്റെ പാരമ്പര്യമല്ല. നിങ്ങൾക്കറിയാം, അരീക്കോടിനടുത്തുള്ള ഇരുവേട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എന്റെ നിറഞ്ഞ കണ്ണുകളോടെ കണ്ടതാണ്. ഒരാൾ എന്നോട് ചോദിച്ചത്, അയാളുടെ കൈ പൊട്ടി തൂങ്ങിയിരിക്കുന്നു, പ്രായമേറെയായി. അദ്ദേഹം എന്നോട് പറയാൻ, ഇതെന്താണെന്നറിയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല. ഇതെന്റെ ബാപ്പ ഞാൻ തലയിൽ മുടി വെച്ചതിന്റെ പേരിൽ എന്നെ ഓടിച്ചിട്ടടിക്കാൻ ശ്രമിച്ചപ്പോ മാവിൽ കയറി മാവിന്റെ കൊമ്പടിഞ്ഞ് താഴെ വീണ് എന്റെ കൈ പൊട്ടിയതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുടി നീട്ടി വളർത്തൽ കാഫിറിന്റെ ലക്ഷണമായ ഒരു കാലഘട്ടം. അതാണ് ഇസ്ലാം, അങ്ങനെയാ ഇസ്ലാം പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞവർ നിങ്ങൾ ആലോചിച്ചു നോക്ക്. 1 മീറ്ററോളം നീളമുള്ള മുടി നബിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ കുഫ്ർ ചെയ്തു. കാഫിറിന്റെ ലക്ഷണം മുടിയുടെ കാര്യത്തിൽ പ്രവാചകൻ ഉണ്ടായി എന്ന് ഈ കൗമ് വാദിക്കുമോ? നമ്മൾ ആലോചിക്കണം. ഈ കൗമ് ജനങ്ങളെ വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്. അവരിൽ നിന്ന് പാവപ്പെട്ട ഈ ജനങ്ങളെ മോചിപ്പിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ക്യാമ്പയിൻ കേരളത്തിലും അതിനോടനുബന്ധിച്ച പ്രസ്ഥാനങ്ങൾ ഇവിടെയും ഇത് സംഘടിപ്പിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതോടൊപ്പം ഇത് ചേർത്ത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ജാഗ്രത പുലർത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഏറ്റവും ഗൗരവമായ അമ്പിയാക്കൾ കണ്ട കാര്യം ഇന്നത്തെ മുസ്ലിം സംഘടനകൾ മറന്നുപോയ കാര്യം. അബ്ദുള്ള ഒരിക്കൽ മാത്രം രൂക്ഷമായി
ഈ മുടിയുടെ വിഷയം വിമർശിച്ചപ്പോൾ കൊന്നുകളയുന്നതാണ് അദ്ദേഹത്തിന് ഭീഷണിയായി വന്നത്. അദ്ദേഹം നമ്മുടെ സദസ്സിൽ ആ കാര്യം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ലൈഫിൽ സമസ്തയിൽ നിന്നൊരു മരണ ഭീഷണി. എന്ത്? കൊന്നുകളയുന്നു. മുജാഹിദുകൾക്ക് എന്നുള്ളതാ, മുജാഹിദുകൾക്ക് ഇത് എല്ലാ കാലത്തുള്ള ഓരൊരിക്കലും വിമർശിച്ചു നോക്കി. ഇപ്പൊ മനസ്സിലായില്ലവർക്ക്. ഒരൊറ്റ പ്രാവശ്യം വിമർശിച്ചിട്ടുള്ളൂ, അതോടുകൂടി കട്ടയും പടവും മടങ്ങി, പിന്നെ ഉണ്ടായിട്ടില്ല. അതങ്ങോട്ട് നിൽക്കുകയും ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനം എന്നും അത് മരണത്തെ കണ്ടായാലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ഒക്കെ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് നിരന്തരമായി ഭീഷണി. ചേകന്നൂരിന്റെ അനുഭവമായിരിക്കും നിനക്ക് എന്നാ. ഉടനെ ഞാൻ ചോദിച്ചപ്പോ ചേകന്നൂരിനെ തട്ടി നിങ്ങൾ എന്നെയല്ലേ. അതോടുകൂടി ഫോൺ കട്ട് ചെയ്തു. കാരണം അറിയാണ്ട് പറഞ്ഞു പോയതാ ചില സത്യം. ചേകന്നൂരിന്റെ അനുഭവമായിരിക്കും എന്ന് പറഞ്ഞാൽ ചേകന്നൂരിനുണ്ടായ അനുഭവം കൃത്യമായിട്ട് അറിയുന്ന സമസ്തക്കാർ മർക്കസ്. അത് വല്ലാത്തൊരു കഥയാണ്. ഓർക്കത് കൃത്യമായിട്ട് അറിയാം. എല്ലാവർക്കും അതറിയാം. ഈ ഭീഷണിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ ഭീഷണിയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഒരു പുത്തിരിയായ കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് നമുക്ക് പ്രധാനം. അവരിതിൽ വഞ്ചിക്കപ്പെടരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നാളെ മത്സരയിൽ വന്നിട്ട് ഏതോ ഒരു ലബനാനി പെണ്ണിന്റെ മുടിയിട്ട വെള്ളമായിരുന്നു കുടിച്ചതെന്ന് അറിയുമ്പോണ്ടാകുന്ന ഒരു ഓക്കാനം, അതെന്തായിരിക്കും? മത്സര അല്ലാതെ തന്നെ നമുക്കെന്താ, സാധാരണ ഒരു ഭക്ഷണത്തിൽ മുടിയായ അപ്പം വരും ഛർദി അല്ലേ? നിങ്ങൾ ആലോചിച്ച് അതൊരു ലബനാനി പെണ്ണിന്റെ മുടിയായിരുന്നു എന്ന് അറിഞ്ഞാലോ? മാത്രമല്ല കേട്ടോ, ഇതിൽ ഏറ്റവും പിശാചി വിജയിക്കുന്ന ഒരു രംഗം അറിയും. ഇത്രയുള്ള മുടിയുണ്ട് എന്നാണ് എല്ലാവരെയും വിചാരം. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വരെ ജനങ്ങൾ വിചാരിച്ചെന്നറിയോ, ഇത്ര പോകുന്ന മുടിയുണ്ട്. എല്ലാരെയും ധാരണ അതായിരുന്നു. കാരണം റസൂലുള്ള നീട്ടിയ മുടി മുടനം ചെയ്താൽ തന്നെ അതിന് എത്ര നീട്ടുണ്ടാവും. അപ്പൊ ജനങ്ങളെ പിശാചി ഇയാളോട് ചോദിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇത് ഇത്രയുള്ളൊരു മുടിയുണ്ട് എന്ത് വ്യവസായം നടത്താനാ? ഇത്രയുള്ളൊരു മുടിയുണ്ട് എന്ത് വ്യവസായം നടത്താൻ? ഇതിട്ട വെള്ളം ഓൾ ഇന്ത്യ ലെവൽ എങ്ങനെ വിതരണം ചെയ്യാ? ഇതിട്ട വെള്ളം ഓൾ ഇന്ത്യ ലെവല് ഇതെവിടുന്ന ഒരു എന്തായി നിങ്ങൾ വിചാരിക്കണ്ടോ? ഈ മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളത്തിലും ഈ മുടി മുക്കുക എന്നാ നിങ്ങൾ വിചാരിച്ച്? മർക്കസിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവരും. ചെറിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അതിൽ മുടി മുക്കും. എന്നിട്ട് ഈ വെള്ളം ടാങ്കിലേക്ക് ഒഴിക്കുക. എങ്ങനെയുണ്ട്? സത്യം. ഈ വെള്ളം ടാങ്കിലേക്ക് ഒഴിക്കുക, എന്നിട്ട് അതിൽ നിന്ന് മുക്കി കൊടുക്കുക. ഇനി നാളെ പിറ്റേന്ന് അറബിക്കടലിന്റെ ഓരത്ത് ഇയാൾ വന്നിട്ട് ഒരിത്തിലുള്ള പാത്രത്തിൽ ഈലാക്കിയിട്ട് പിന്നെ കടൽ വെള്ളം മുക്കിയത് കൊടുക്കും. ഇത് വല്ലാത്തൊരു കഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊരു വ്യവസായമാണ്. ഞാനിങ്ങനെ വിചാരിക്കാൻ, നമ്മൾ കേരളത്തിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ യാത്ര ചായ ചായ കാപ്പി ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ മുടിയിട്ടള്ളോ സക്കാപ്പിമാരി അതിന് പ്രത്യേക പരസ്യമൊക്കെ ക്ഷണിച്ചിട്ട് ഒരു മുടിയിട്ട വെള്ളമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ സക്കാബിമാര് ട്രെയിനിൽ കയറിയിൽ തന്നെ എനിക്ക് ചിരി വരും. ഞാനിതാ ഓർക്കുക, ഇവര് നാളെ പിറ്റേന്ന് മുടിയിട്ടള്ളോ എന്ന് പറഞ്ഞിട്ട് ഇത്ര അങ്ങനെ ഒരു വ്യവസായം ഉറപ്പായിട്ടും ആ ഒരു രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ഇത്ര പോകുന്ന ഒരു കുപ്പിക്ക് 25,000 രൂപ. കാസിമി മൂപ്പര് സെനതി ചോദിക്കുകയാണ് ഉസ്താദിനോട്. മൂപ്പര് വിറ്റ വെള്ളത്തിന്റെ സെനത ഏതാ? മൂപ്പർക്ക് കിട്ടി ബെല്ലൂരിന്ന്. ഉറപ്പായിട്ടും ഞാൻ വെറുതെ പറയല്ല എന്ന് മൂപ്പര് പറഞ്ഞു. എന്നാ അതിന്റെ സെനത് മൂപ്പര് പറഞ്ഞോ? മൂപ്പരും പറഞ്ഞില്ല. ആകെ മൂപ്പര് എന്താ വിചാരിച്ചറിയോ? ആകെ മുടിയിട്ട് 2 കുപ്പി വെള്ളം കിട്ടി. ഇത് ലോക്കലായിട്ടോ സാധാരണക്കാർക്കോ വെറുതെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് മറ്റേ ആള് 10,001 മാക്സിമം. 1001, 2001, 3001, 10,001 ഇതാണ് മൂപ്പര് കച്ചവടം. ആരെ? ഉസ്താദിന് വലിയ കച്ചവടാണ്. മറ്റേതെന്താ ആകെ കിട്ടി 2 കുപ്പിയാ. അത് മൂപ്പര് 25,000 ഒരു കുപ്പി. മൂപ്പർക്കറിയാം എന്ത്? സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാന്റെ മുടിയിട്ട വെള്ളം യഥാർത്ഥത്തിൽ റസൂലുള്ളാന്റെ തിരുകേശം മുക്കിയ വെള്ളം കിട്ടിയാൽ, ഒറിജിനലായിട്ട് സെനതോടുകൂടി കിട്ടിയാൽ ആരെങ്കിലും ആ വെള്ളം വെക്കൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമുള്ള ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. ബാപ്പി 25 കൊല്ലം എഴുതിയ ഒരു പേന ബാപ്പാന്റെ മരണത്തിന് ശേഷം 5-6 കൊല്ലം കഴിഞ്ഞ് കൈ കിട്ടിയാൽ അത് ആരെങ്കിലും വെക്കുവോ? അത് നെഞ്ചോട് നെഞ്ച് ചേർത്ത് പിടിക്കും. നിന്റെ ബാപ്പാൻ അത് ഞാൻ ആർക്കും കൊടുക്കൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരികേശമിട്ട വെള്ളമാണെന്ന് പറഞ്ഞാൽ അത് വിൽക്കുവോ 25,000-ന്? കാരണം കാസിമിക്കറിയാ ഇതങ്ങ് മൂത്തേടത്തുനിന്ന് പോരുമ്പോ ഏതോ ഒന്ന് പുഴയെന്ന് മുക്കിയ വച്ചള്ള മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് മൂപ്പർ എന്ത് പറഞ്ഞു? വാവാട് ഉസ്താദിന്റെ കയ്യിലുണ്ട് 25,000-ന് 2 കുപ്പി മൂപ്പര് വിറ്റു. ആരോട് ഇതുവരെ സെനത് ഓരും പറഞ്ഞിട്ടില്ല. ഈ 2 കൂട്ടരും ഓർക്കിപ്പുള്ള പ്രയാസം എന്താ അറിയും? ഇവര് ഇത്തിരി കാരണം ലോകത്തെ എഞ്ചിനീയർ ആകണേ ലക്ഷക്കണക്കിന് റുപ്യ കൊടുക്കും. ഒരു ഡോക്ടർ ആകാൻ പഠിക്കാൻ സ്റ്റാർട്ടിങ് തന്നെ 32 ലക്ഷം എന്നാ. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഫോൺ വിളിച്ചിട്ട് കരുണ മെഡിക്കൽ കോളേജിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു പറഞ്ഞപ്പോ അവൻ പറഞ്ഞു 32 ലക്ഷം റുപ്യാണ് മറ്റു സ്ഥലത്തൊക്കെ, എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടിയല്ല. ഇതൊക്കെ പഠിക്കണോ? ഇയാൾ അപാര ബിസിനസ്. ശരിക്കും പിന്നെ പത്മശ്രീ കൊടുക്കേണ്ട മൂപ്പർക്കാ. കാരണം അപാര ബിസിനസ് അല്ലേ. ഒരു നിലക്കും മുതൽ മുടക്കില്ലാത്ത ഒരു മുടിയോണ്ട് ഇത്ര വലിയ പണം ഉണ്ടാക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ പറയുന്നറിയോ? ഉണ്ടാക്കി കഴിഞ്ഞത് ആരെങ്കിലും ആവശ്യപ്പെട്ട അത് കൃത്യമാണെന്ന് തോന്നി തിരിച്ചു കൊടുക്കാന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഒന്ന് മൊത്തത്തിൽ സംസ്ഥയിലെ
EK സുന്നികൾ കംപ്ലീറ്റ് എതിർത്തു. AP സുന്നികളിൽ തന്നെ മഹാഭൂരിപക്ഷവും മനസ്സുകൊണ്ടതിനെ എതിർത്തു. പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ബത്തപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. ശക്തമായി മുജാഹിദ് പ്രസ് ഒരിക്കലും അനുവദിക്കരുത്. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ് ഈ കളി, അള്ളാഹുവിന്റെ റസൂലിനെ വിട്ടിട്ടാണ് ഈ കളി. ഒരിക്കലും വിശ്വാസികളെ, ഈമാനുള്ളവരെ നമ്മൾ ഇത് അനുവദിക്കരുത്. ഈ വ്യവസായം അനുവദിക്കരുത്. ഇതൊരു കച്ചവടമാണ്. ഇത് സാബത്ത് ശീലിച്ചിട്ടില്ലാത്തൊരു വഴിയാണ്. അവിടെ ഒരു കബറും വരും. ലോകത്തോട് ഇവിടെ പറയുമ്പോൾ റസൂലുള്ള പറയാൻ, അല്ലാഹുവേ ലാ തുജിൽ ഖബരി ഈദ, എന്റെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രമാക്കരുതേ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, പ്രവാചകൻ സമസ്തക്കാരനാണോ? എന്റെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രമാക്കണേ എന്നല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തക്കാർ പറയുന്നതാണ് ദീനെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കേണ്ടത് എന്താ? അല്ലാഹുമ്മ ലാ തുജിൽ ഖബരി ഈദ എന്നാണ് റസൂൽ പറഞ്ഞത്. നേരെ മറിച്ച് റസൂൽ പറയേണ്ടിയിരുന്നത് എന്താണ്? അല്ലാഹുവേ ലോകത്തിലെ ഏറ്റവും വലിയ ഉറൂസിന്റെ കേന്ദ്രം എന്റെ ഖബറാക്കണേ എന്നല്ലേ. നിങ്ങൾ നോക്കൂ, ഭീമാപള്ളി ഉറൂസ് കിടന്നു, വിഴിഞ്ഞം ഉറൂസ് കിടന്നു. എന്താ ഈ ഉറൂസ്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഹറമുകൾ രണ്ടും അത് മുജാഹിദ് സലഫികളുടെ കയ്യിലാണ്, അത് പിന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കയ്യിലല്ല എന്നാണ് കേരളത്തിലെ സമസ്തക്കാർ പറയുന്നത്. അത് സലഫികളുടെ കയ്യിലാണ്. ഞാൻ വിചാരിക്കണം, ഒരു വർഷങ്ങാനും സംസം കിണറിന്റെ ഉത്തരവാദിത്തം കാസിമിക്കും, ഒരു വർഷം മസ്ജിദുൻ നബവിയുടെ ഉത്തരവാദിത്തം കാന്തപുരത്തിന് ഏൽപ്പിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നമ്മൾ ശരിക്കും സങ്കല്പിക്കണം. അതുകൊണ്ട് ലോകം അവസാനിക്കുന്നവരെ ദ്വേരക്കണം സെലഫിയുടെ കയ്യിൽ അത് നിൽക്കാൻ. അല്ലെങ്കിലുള്ള സ്ഥിതി എന്താണെന്നറിയോ? നിങ്ങൾ നോക്കൂ, ഒരൊറ്റ വർഷം മദീനത്ത് ഉറൂസ് എടുക്കുന്ന രംഗങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. കേരളത്തിലെടുക്കുന്ന ഉറൂസിന്റെ ഒരു രംഗങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. ആനപ്പുറത്ത് അലവി ടെണ്ടണ മൂപ്പരിങ്ങനെ മറുഭാഗത്ത് ഒരു ബോംബിടും, അവിടെ പൊട്ടുക അറമില്. നാളെ ഇതാണല്ലോ ഇവിടുത്തെ ഉറൂസ് എന്ന് പറഞ്ഞാൽ. ഇതാ ഈ ചെണ്ടപുളിയും പീപ്പിയും മുട്ടൂക്കും ഒക്കെ ഖുർആൻ എതിർത്ത, അതിശക്തമായി എതിർത്ത വാദ്യോപകരണങ്ങൾ ഇത് വെച്ചിട്ട് അവിടെ കളി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അപ്പുറത്തെ തൃശ്ശൂർ പൂരത്തിന് മുട്ടിയ മാധവൻ തന്നെയാണ് ഇപ്പുറത്ത് മുട്ടുന്നത്. പട്ടാമ്പിയിലെ സത്യം അവിടെ കുടിച്ച അതേ കാട്രായിയാണ് ഇവിടെയും കുടിച്ചത്. സത്യം അവിടെ കുടിച്ച അതേ കാട്രായി കുടിച്ചിട്ടാണ് ഇവിടെയും വരുന്നത്. അവിടെ 1 ലിറ്റർ കിട്ടിയെങ്കിൽ ഇവിടെ ഒരു റമ്മ നിറച്ചും കിട്ടിയിട്ടുണ്ട് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഏത് മുസ്ലിം നേർച്ച സ്ഥലത്ത് സത്യമായി. ഇതല്ലാത്ത എന്താ അവിടെ ഉള്ളത്? ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? കാസർഗോഡ് ജില്ലയിൽ, കാസർഗോട്ടുകാർ ഇവിടെ ഉണ്ടാവും, ഷിർക്കിന്റെ ഹെഡ് ഓഫീസാണത്. ഹോൾസെയിലാണ്, കയറ്റിയേക്ക്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ സത്യം. അവിടെ ഇങ്ങനെ ഓരോ 5 മീറ്റർ ഇടവിട്ടുണ്ടാവും ഓരോ ദർഗ. അവിടെ ഒരു സഖാഫി ഒരു വെള്ളിയാഴ്ച ജുമയും കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് അനൗൺസ്മെന്റ്, ഇനി ജുമയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ്, അവിടെ അരി നിക്ഷേപിക്കാൻ. എന്നിട്ട് ചാക്കിൽ അരിയും ചുമന്ന് സഖാഫിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയും, ജനങ്ങളെ മനുഷ്യർ ശിർക്കിലാണ്. അല്ലദീനാമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ഈമാനിൽ ദുൽമ കലരുകയാണ്. വമ്പിച്ച ദുരന്തത്തിലാണ് മുസ്ലിം സമുദായം. ഈ സമൂഹത്തിന്റെ ശിർക്കോർത്ത് ദുഃഖിക്കാൻ, ഈ സമൂഹത്തിന്റെ ബിദ്അത്തോർത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹൗദുൽ കൗസറിന് വെള്ളം കിട്ടാത്തവർ ബിദ്അത്തുകാർ, എന്നെന്നും നരകത്ത് കിടക്കുന്നവർ, ശിർക്ക് ചെയ്യുന്നവർ. അതിനെക്കുറിച്ചൊരു ബോധവും നമുക്കില്ല. പെപ്സി കുടിച്ചാൽ അതിനെപ്പറ്റി ജാഗ്രത, എക്സ്പ്രസ് ഹൈവേ അതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തി ഇന്ന് ദീനില്ല. സത്യം, ഖുർആനുമായും സുന്നത്തുമായും ഒരു ബന്ധവുമില്ല. മതം പറയുന്നൊരവസ്ഥാവിശേഷമല്ല. അള്ളാഹു, റസൂൽ, നരകം, സ്വർഗം, ഈ വിഷയങ്ങൾ ചർച്ചയില്ല. ഇന്നൊരു കാര്യം എല്ലാവർക്കും ഉറപ്പാണ്, യഥാർത്ഥ ദീനുൽ ഇസ്ലാം കേൾക്കണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗം കേൾക്കണം എന്നുള്ളൊരവസ്ഥാവിശേഷം കേരളത്തിലെ എല്ലാ സംഘടനകൾക്കും വന്നു കഴിഞ്ഞിട്ടുണ്ട്. വേദനയുണ്ട് നമുക്ക്. ഒരു മടങ്ങിപ്പോക്ക് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും ഈ വിഷയത്തിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കേസറ്റ്, നിങ്ങൾക്ക് കിട്ടാത്തൊരു കേസറ്റ് എൻ്റെ കൈവശമുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജനങ്ങളെ ശരിക്ക് വിഷയം പഠിപ്പിക്കുകയും പ്രവാചകന്മാരുടെ പാത കൃത്യമായി പഠിപ്പിക്കുകയും സ്വഹാബത്തിന്റെ പാത കൃത്യമായി പഠിപ്പിക്കുകയും ഈ വിഷയത്തിൽ സെലഫുകളുടെ സമീപനങ്ങൾ പഠിപ്പിക്കുകയും ആളുകളെ ഈ വിഷയത്തിൽ ഉത്ബുദ്ധരാക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് 4 വെള്ളിയാഴ്ചത്തോളം അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇനിയും നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, വ്യത്യസ്ത വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സ്നേഹത്തോടുകൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ സമൂഹത്തെ എല്ലാവിധ തിന്മകളിൽ നിന്ന് രക്ഷിക്കുന്ന ഈ ഒരു പോരാട്ടത്തിൽ ആരോഗ്യവും ആയുസ്സും ധൈര്യവും ഒന്നും ചോർന്നു പോകാതിരിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. കേരളത്തിൽ സലഫി പ്രസ്ഥാനവും അറബ് നാടുകളിൽ അതിനെ അനുകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ മനുഷ്യരൊക്കെ തന്നെയും ശിർക്കിലും കുഫറിലുമൊക്കെയായി
അങ്ങേയറ്റത്തെ ഹുറാഫാത്തിലൊക്കെ പെട്ട് അങ്ങേയറ്റത്തെ നശീകരണത്തിൽപ്പെട്ട് പോകുമായിരുന്നു. അവരുടെ ധാർമ്മിക രംഗവും വിശ്വാസരംഗവും കർമ്മരംഗവും എല്ലാം ശുദ്ധീകരിക്കുന്നത് നമ്മുടെ ഇസ്ലാമിക ദഅവാ പ്രവർത്തനമാണ്. സജീവമായി അതിൽ സാന്നിധ്യം വഹിക്കുക. എത്ര പേർ ശിർക്കിലായി കൊണ്ട് മരിച്ചു പോകുന്നു, എത്ര പേർ ഈ നിലക്കുള്ള ബിദ്അത്തിലായി മരിച്ചു പോകുന്നു. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു തുള്ളി കണ്ണീര് പൊഴിക്കാൻ യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് റസൂലുള്ളാഹി കരഞ്ഞ് ഗദ്ഗദ കണ്ടനായി ജൂതന്റെ വീട്ടിൽ കയറി ചെന്ന് മോനെ ലാ ഇലാഹ ഇല്ലല്ലാ പറമോനെ എന്ന് പറയാൻ സകല മനുഷ്യരെയും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ദഅവത്ത് ക്രോഡീകരിക്കാൻ, എല്ലാ മനുഷ്യരോടും തൗഹീദ് പറയാൻ അമ്പിയാക്കൾ ആരും ഒരു പ്രത്യേക വിഭാഗത്തെ വേർതിരിച്ചുകൊണ്ടുള്ള ഒരു ദഅവത്ത് അമ്പിയാക്കൾ ആരും നടത്തിയിട്ടില്ല. മറിച്ച് അമ്പിയാക്കൾ മനുഷ്യരോട് സംസാരിച്ചു. മനുഷ്യരായിരുന്നു അമ്പിയാക്കൾ ശ്രദ്ധിച്ചിരുന്നത് മനുഷ്യരെയായിരുന്നു. അവർ നരകത്തിലെത്തരുത്, അവർ സ്വർഗാവകാശികളാകണം. ഒരു പോയിന്റ് കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നരകവും സ്വർഗവും പ്രസംഗിക്കാനുള്ളൊരു സബ്ജക്റ്റ് അല്ല. നരകവും സ്വർഗവും യാഥാർത്ഥ്യമാണ്. അന്നാറു ഹക്കുൻ അൽ ജന്നത്തു ഹക്കുൻ. ഓരോ ആളുകളും ദീനിനെതിരായി ജീവിക്കുമ്പോൾ അവരെക്കുറിച്ച് ഓർത്ത് മനസ്സ് വേദനിക്കണം. അങ്ങനെ വേദനിക്കുന്നവനാണ് ഒരു ഇസ്ലാഹി പ്രവർത്തകൻ. ഓരോ ഇസ്ലാഹി പ്രവർത്തകന്റെ മനസ്സിലും ആളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ താടി നീട്ടിയിരുന്നെങ്കിൽ, അയാൾ നിര്യാണിയുടേതായ ഡ്രസ്സ് വലിക്കാതിരുന്നെങ്കിൽ, അയാൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പഠിച്ചിരുന്നെങ്കിൽ, അയാൾ തൗഹീദ് അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, അയാൾ ബിദ്അത്തിന്റെ പിന്നാലെ പോകാതിരുന്നെങ്കിൽ, അയാൾ യഥാർത്ഥ സ്വലാത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, അയാൾ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, മരണത്തെ ഓർക്കാനും പരലോകത്തെ ഓർക്കാനുമാണ് ഖബർ സിയാറത്ത് എന്നയാളെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ഇതൊന്നും കച്ചവടവൽക്കരിക്കേണ്ട വിഷയമല്ല എന്നയാളെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, അമുസ്ലിമിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും ഒക്കെ നമ്മുടെ മനസ്സിലെ ചിന്ത ഇതാണ്: ഇന്ന് മരിച്ചാൽ നാളെ നരകത്തിലാണ്, ഇന്ന് മരിച്ചാൽ നാളെ നരകത്തിലാണ്. ആ നരകത്തിന്റെ വക്കിൽ നിന്ന് അതേ യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഒരിക്കലും മറക്കരുത് നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചക, അങ്ങ് ജനങ്ങൾക്ക് മാതൃകയാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന, സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന മഹാനുഭാവൻ, ലൈറ്റ് ഹൗസ്, അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഖുർആൻ സൂറത്ത് അഹ്സാബ് 45-46 വചനങ്ങളിൽ പറയുകയാണ്. ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും ദീനിനെ ഉൾക്കൊള്ളാനും ചൂഷണം ചെയ്യപ്പെടുന്ന ആത്മീയതയെക്കുറിച്ച് അഗാധമായി പഠിക്കാനും സമ്പത്ത് കൊള്ള ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ കരാളാസ്തങ്ങളിൽ നിന്ന് മാനവതയെ മോചിപ്പിക്കുവാനും ഈ പ്രഭാഷണവും ഇതുപോലെയുള്ള സംരംഭങ്ങളും ഉപകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ സാഗൂതം കേട്ട നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ പ്രസംഗിക്കുവാനും ഇവിടെ വരാനും നിങ്ങളെ കാണാനും അവസരമൊരുക്കിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, നാഥ, ഇതൊരു നല്ല സംരംഭവും ഒരു നല്ല പ്രവർത്തനവും ഒരു നല്ല പ്രവർത്തനത്തിന്റെ തുടക്കവുമായി തീരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ ഓർക്കുകയും എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇബാദത്തുകളിലൊക്കെ അടുക്കും ചിട്ടയും ഉണ്ടാക്കുകയും ദിക്റുകളും പ്രാർത്ഥനകളുമൊക്കെയായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന ചര്യകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച പോലെ ആ കാര്യങ്ങൾ നിർവഹിക്കാനും ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 182 പറഞ്ഞത് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർത്ത് ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും അള്ളാഹു നിങ്ങളെ കഠിനമായി ശിക്ഷിക്കും നന്ദികേട് കാണിച്ചാൽ എന്ന് ഖുർആൻ പറയുന്ന 14-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യവും ഓർത്തുകൊണ്ട് നല്ല സഹകരണ ബോധത്തോടെ ദീനിനു വേണ്ടി അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെടുന്ന, ഞാൻ ഓതിവെച്ച ആയത്തിൽ പറഞ്ഞ പോലെ, അതായത് വേദനാജനകമായ നരകശിക്ഷയിൽ നിങ്ങളെ മോചിപ്പിക്കുന്ന ഒരു കച്ചവടം, അത് ഈമാനാണ്, റസൂലിലുള്ള വിശ്വാസമാണ്, അവർ രണ്ടുപേരുടെയും മാർഗത്തിലുള്ള ജിഹാദാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുടക്കേണ്ട മൂലധനം. അങ്ങനെ അധ്വാനിച്ചാൽ സ്വർഗം നമുക്കുള്ളതാണ്. ആ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ എത്തിപ്പിച്ചു തരുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൗരോഹിത്യത്തിന്റെ കരാളാസ്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ചതിക്കുഴികളെയും തിരിച്ചറിയുവാൻ, പൗരോഹിത്യം ഒരുക്കുന്ന എല്ലാ ചതിക്കുഴികളെയും തിരിച്ചറിയുവാൻ
ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ടും സലാത്തിന്റെയും ഖബറിന്റെയും അമ്പിയാക്കളുടെയും കറാമത്തുകളുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ കുരുക്ക് വെടികളിൽ നിന്ന് മോചിതരാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിൽ പെട്ടുപോയവരെ അതിൽ നിന്ന് അടർത്തിയെടുത്ത് യഥാർത്ഥ ഇസ്ലാമിന്റെ പാതയിലേക്ക് എത്തിക്കുന്നതിൽ പ്രവർത്തിക്കാൻ, അതിൽ വ്യാപൃതരാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സദ്വിചാരമുള്ളവരാക്കി അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. സദുദ്ദേശപരമായി പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അത്തരമൊരു മനസ്സ് അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.